10ാം ക്ലാസ്സിലെ ഓർഗാനിക് കെമിസ്ട്രി മനസ്സിലാക്കണമെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ടോപ്പ് ട്യൂഷൻ്റെ ഇന്നത്തെ ക്ലാസ് ഓർഗാനിക് കെമിസ്ട്രി ക്ലാസ് 10 ഫൗണ്ടേഷൻ. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് കാർബണും കാർബണിൻ്റെ കോമ്പൗണ്ട്സും അതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ചെയ്യുന്നത്. അപ്പോൾ മെയിൻ എലമെൻറ്റ് കാർബണാണ്. കാർബൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കാർബണിൻ്റെ ആറ്റമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4 എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ന്യൂക്ലിയസിൽ കാർബൺ, ഇന്നർ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ഇങ്ങനെയാണ് കാർബണിൻ്റെ കോൺഫിഗറേഷൻ. കാർബൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കാർബണിൻ്റെ പിക്ചർ നമ്മുടെ മനസ്സിൽ വരണം. അതായത് ഈ 4 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ 4 ഇലക്ട്രോണാണ് കാർബണിനെ റിയാക്ഷൻസിൽ ഏർപ്പെടുന്നതിന് ഉപയോഗിക്കുന്നത്. കാർബണിന് 2 ഷെല്ലാണുള്ളത്. അപ്പോൾ കാർബൺ പീരിയഡ് 2 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഗ്രൂപ്പ് 10+4 ആണ്. 14 ആണ് കാർബണിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇത്ര ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയാം. കാർബണിൻ്റെ വാലൻസി 4 ആണ്. അതായത് കാർബണിന് 4 ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ ഉപയോഗിച്ച് റിയാക്ഷൻസിൽ ഏർപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഈ കാർബൺ ഈ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അത് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലാണോ? അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആകുന്ന സ്റ്റേജിലാണ് കാർബൺ അതിൻ്റെ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത്. എല്ലാ കോമ്പൗണ്ട്സും സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടാണ് റിയാക്ഷൻസിൽ ഏർപ്പെടുന്നത്. കാർബണിൻ്റെ കേസിൽ എങ്ങനെ സ്റ്റെബിലിറ്റി കൈവരിക്കാനുള്ള ചാൻസ്? സാധാരണ 1 or 2 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുണ്ടെങ്കിൽ ആ എലമെൻറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്തിട്ട് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ നോക്കും. ഇനി 6 or 7 ഇലക്ട്രോൺ ഓൾറെഡി ഔട്ടർ മോസ്റ്റിൽ ഉള്ള എലമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള 1 or 2 ഇലക്ട്രോൺ എടുത്ത് ഒക്ടറ്റിലേക്ക് എത്താൻ നോക്കും. പക്ഷേ കാർബൺ മിഡിലാണ് കാർബണിൻ്റെ സ്ഥാനം. 4 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റിലുള്ളത്. ഒരു 4 ഇലക്ട്രോൺ കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റിലെ 4 ഇലക്ട്രോൺ കൊടുത്തിട്ടോ ഒരു റിയാക്ഷൻ നടക്കുക എന്നുള്ളത് കാർബണിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി കോംപ്ലക്സ് ആണ്. അപ്പോൾ കാർബൺ സാധാരണ ചെയ്യുന്നത് കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. കാർബൺ കോവാലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഷെയറിംഗ് ആണ്. കാർബണിൻ്റെ ആവശ്യം ഇപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസിനെ കിട്ടുക. അതേ ആവശ്യവുമായിട്ടുള്ള നമ്മൾ ഹൈഡ്രജനെ നോക്കൂ. ഹൈഡ്രജൻ്റെ ആറ്റമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഹൈഡ്രജന് ഹീലിയം കോൺഫിഗറേഷനിലേക്ക് ആയാൽ മാത്രമാണ് ഹൈഡ്രജന് സ്റ്റെബിലിറ്റി കൈവരിക്കുള്ളൂ. അപ്പോൾ ഹൈഡ്രജനും കാർബണിനും ഒരേ ആവശ്യമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ രണ്ടുപേരും ഒരു ഷെയറിംഗ് മോഡിലേക്ക് മാറും. ഈ ഇലക്ട്രോൺ കാർബണിലെ ഇലക്ട്രോണുമായിട്ട് ഒരു CH ബോണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ഈ ഇലക്ട്രോൺ കാർബണിന് ഉപയോഗിക്കുക, ഹൈഡ്രജന് ഉപയോഗിക്കാം. അപ്പോൾ ഹൈഡ്രജൻ സ്റ്റേബിളായി. പക്ഷേ കാർബണിന് ഇനി 4+ ഇവിടെ നിന്ന് കിട്ടിയ ഷെയർ ചെയ്ത് കിട്ടിയ 1, 4+1 5 ആയിട്ടുള്ളൂ. ഇനി 3 മോറും കൂടി ആയാലാണ് 8 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാർബണിന് ഈ ബാക്കിയുള്ള ഈ 3 ഇലക്ട്രോണും ഇതേമാതിരി ഒരു CH ബോണ്ട് ഉണ്ടാക്കിയാൽ കൈവരിക്കാമല്ലോ. നമുക്ക് നോക്കാം. അങ്ങനെ കാർബൺ 4 ഹൈഡ്രജനുമായിട്ട് ഓരോ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ഷെയർ ചെയ്ത് CH കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ള 4ൻ്റെ കൂടെ അഡീഷണലായി ഷെയർ ചെയ്ത് കിട്ടിയ 4ഉം കൂടി കൂട്ടി 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആക്കി സ്റ്റേബിൾ സ്റ്റേറ്റ് CH4 എന്ന കോമ്പൗണ്ട് ഉണ്ടാക്കും. ഇതാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്ന വൺ ഓഫ് ദ ബേസിക് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട്. ഒരു കാർബണും 4 ഹൈഡ്രജനും കംപ്ലീറ്റ്ലി സിംഗിൾ ബോണ്ടായിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കി. ഇതിന് നമ്മൾ പറയുന്ന പേര് മീഥെയിൻ. H4നെ നമ്മൾ പേര് പറഞ്ഞത് മീഥെയിൻ എന്നാണ്. അതായത് ആ പേര് കൊടുക്കുന്നതിന് ഒരു കൺവെൻഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നു. കാർബണിൻ്റെ എത്ര കാർബൺ ഉണ്ട് അതിനെ അടിസ്ഥാനത്തിലാണ് റൂട്ട് വേർഡ് സെറ്റ് ചെയ്യുന്നത്. ഒരു കാർബൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആ കാർബൺ കോമ്പൗണ്ടിനെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് മെത്ത് എന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ മീഥെയിൻ എന്ന് വിളിച്ച മാതിരി. ഇനി 2 കാർബൺ ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് വേർഡ് എത്ത്. 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ബഡ് ബ്യൂട്ടെയിൻ, 5 കാർബൺ പെൻറ്റ്. കാർബൺ 6 ആണെന്നുണ്ടെങ്കിൽ അത് ഹെക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. 7 ആണെന്നുണ്ടെങ്കിൽ ഹെപ്റ്റ്, 8 കാർബൺ ഉണ്ടെങ്കിൽ ഒക്റ്റ്, 9 കാർബൺ ഉണ്ടെങ്കിൽ നോൺ, 10 കാർബൺ ഉണ്ടെങ്കിൽ ഡെ. അങ്ങനെ എത്ര കാർബൺ ഉണ്ട് ആ കോമ്പൗണ്ടിൽ അതനുസരിച്ചിട്ടാണ് ആ കാർബൺ കോമ്പൗണ്ടിനെ ഈ റൂട്ട് വേർഡിൻ്റെ അടിസ്ഥാനത്തിൽ പേര് കൊടുക്കേണ്ടത്. കെമിസ്ട്രിയിൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ഭയങ്കര കൂടുതലാണ്. കുറേ കോമ്പൗണ്ട്സ് ഉള്ളത് കാരണം നമ്മൾ അതിൻ്റെ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് സദൃശമായ സ്വഭാവ ഗുണമുള്ള കോമ്പൗണ്ട്സിനെ എല്ലാം കൂടി ഒരു ഫാമിലിയാക്കി ആ ഫാമിലിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും.
അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഹോമോലോഗസ് സീരീസ് നമ്മൾ കണ്ടു. ഹോമോലോഗസ് സീരീസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്ന ആ റേഷ്യോ നോക്കിയിട്ടാണ് ഹോമോലോഗസ് സീരീസ് ഏതാണെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ 3 ഹോമോലോഗസ് സീരീസ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. ആൽക്കെയിൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ഈ 3ഉം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആൽക്കെയിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആണ്. അതായത് ഒരു കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ നമ്പർ 2 × 1 2 + 2 4. അതായത് C1H4 ആണ് ആൽക്കെയിൻ്റെ ഫസ്റ്റ് മെമ്പർ. 2 കാർബൺ ഉണ്ടെങ്കിൽ C2H 2 × 2 + 2 ദാറ്റ് ഈസ് 6. അങ്ങനെ ഓരോ മെമ്പറും കൂടി വരും. ഇപ്പോൾ C3 ആണെന്നുണ്ടെങ്കിൽ H8. ഈ സീരീസ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ആൽക്കെയിൻസിനെ നമ്മൾ ആദ്യത്തെ കോമ്പൗണ്ട് കണ്ടു, മീത്തേൻ. അതായത് റൂട്ട് വേർഡിൻ്റെ കൂടെ എയിൻ ചേർത്തിട്ടാണ് നമ്മൾ ആൽക്കെയിന് പേര് കൊടുക്കുന്നത്. ഈ CnH2n+2 എന്നുള്ള ഈ റേഷ്യോയിൽ ഹൈഡ്രജനും കാർബണും വന്നാൽ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഈ ആൽക്കെയിൻസിന് അതുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയേണ്ടതുണ്ട്. C1 ഒരു കാർബൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ ഈസി ആയിട്ട് വരയ്ക്കും. ഇതിനെ പറയും മീഥൈൻ എന്ന് പേരും കൊടുക്കാം. ഇനി 2 കാർബൺ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്? 2 കാർബൺ നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ഈഥൈനിൽ 2 കാർബൺ ഉണ്ടെന്ന് നമുക്കറിയാം. ആദ്യം തന്നെ ഒരു CC ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട് വെച്ചു. ആ കാർബൺ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും ഒരു ബോണ്ട് കാർബൺ ബോണ്ട് വേണം. എന്നാലാണ് 2 കാർബണുള്ള ആ കോമ്പൗണ്ട് തന്നെ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 2 കാർബൺ കഴിഞ്ഞു. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഈ C2H6ൽ 6 ഹൈഡ്രജൻ. അപ്പോൾ 3 ഈച്ച് വെച്ച് ഓരോർക്കും 3 വെച്ചിട്ട് 3 ഹൈഡ്രജൻ വെച്ചിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ടോട്ടൽ 6 ഉണ്ടല്ലോ, 6 ഉണ്ടല്ലോ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഷെയർ ചെയ്ത് ഈ ഒരു C2H6 ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കാർബണിൻ്റെ ബാലൻസ് ഫുൾ കംപ്ലീറ്റ് ആയണമെന്ന് നോക്കൂ. 4 ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോണുകളും 4 ബോണ്ട് ഫോം ചെയ്ത്, സിംഗിൾ ബോണ്ട് ഫോം ചെയ്ത്, ഈ ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയി വേണം, 2 ഇലക്ട്രോൺസാണ് ആ ബോണ്ടുമേളിൽ. ഒന്ന് ഈ കാർബണിലെയും ഒന്ന് ഈ കാർബണിലെയും കൂടി ബോണ്ട് ഫോം ചെയ്ത് ഷെയർ ചെയ്തപ്പോഴാണ് ഈ ബോണ്ട് ഉണ്ടായത്. ഇവിടെ ഈ കാർബണിലെയും ഈ ഹൈഡ്രജനിലെ ബോണ്ടും ഇലക്ട്രോണും ഒരെണ്ണം ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ CH ബോണ്ട് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഓൾറെഡി ഉള്ള ഇലക്ട്രോൺ പ്ലസ് ഷെയർ ചെയ്ത ഇലക്ട്രോൺ. അപ്പോൾ ഈ കംപ്ലീറ്റ് 4 വാലൻസിയിലും ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും കാർബണിന് ബാലൻസ് കംപ്ലീറ്റ് ആയി, ഇവിടെയും കാർബണിന് ബാലൻസ് കംപ്ലീറ്റ് ആയി. ഇതൊരു സ്റ്റേബിൾ കോമ്പൗണ്ടായിട്ട് മീഥൈൻ ഫോം ചെയ്തു. ഇവിടെ C1H4 ആദ്യത്തെ മെമ്പർ, അതിൽ നിന്ന് രണ്ടാമത്തെ മെമ്പറിലേക്ക് ആഡ് ചെയ്ത് വന്നപ്പോൾ എന്താണ് ഇവിടെ കൂടിയത്? ഒരു CH2 ഗ്രൂപ്പാണ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അതായത് ഒരു കാർബണും 2 ഹൈഡ്രജനും കൂടി. ഇനി 2 കാർബണിൽ നിന്ന് 3 കാർബണിലുള്ള ആൽക്കൈനിലേക്ക് വന്നപ്പോഴും CH2 ഗ്രൂപ്പ്. അതായത് നമുക്ക് ആൽക്കൈനിലെ ഒരു മെമ്പറിനെ തന്നാൽ അതിൻ്റെ മുമ്പിലുള്ള മെമ്പറിനെ കാണാനായിട്ട് CH2 ഒരെണ്ണം കുറയ്ക്കുക, അതിന് ശേഷമുള്ള മെമ്പറിനെ കാണാൻ ഒരു CH2 ആഡ് ചെയ്ത് വരിക. അപ്പോൾ ഈ സ്ട്രക്ചറൽ ഫോർമുല നോക്കിയാൽ നമുക്ക് ക്ലിയറായി മനസ്സിലാകും. മീഥൈൻ CH4 ഇതായിരുന്നു. അതിൽ നിന്ന് 2 കാർബണുള്ള ഈ ഈഥൈനിലേക്ക് വരുന്നപ്പോഴേക്കും എന്താണ് ആഡ് ചെയ്തത്? ഈ 3 കാർബൺ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു CH2 എന്നുള്ള ഈ ഒരു സ്ട്രക്ചർ ഒരു CH ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത്, ഈ CH ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഒരു CH2 എന്നുള്ള ഈ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്ത് വന്നു. അങ്ങനെയാണ് ഈ മീഥൈനിൽ നിന്ന് ഈഥൈനിലേക്കായ ട്രാൻസിഷൻ വന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത മെമ്പറിന് കാണാൻ സ്ട്രക്ചറൊക്കെ വരക്കാനായിട്ട് എളുപ്പമാണ്. ഒരു CH ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ആ ബോണ്ടുകൾക്ക് നടുവിൽ ഒരു CH2 ഗ്രൂപ്പിനെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അറിയണം മോളിക്കുലാർ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല, സ്ട്രക്ചറൽ ഫോർമുല. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ CH4 ഒരു മോളിക്കുലാർ ഫോർമുല. അതായത് എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന്
ക്ലബ് ചെയ്ത് എഴുതുക. C2H6 അതൊക്കെ മോളിക്കുലാർ ഫോമുലയാണ്. കണ്ടൻസ് ഫോമുല എന്ന് പറയുമ്പോഴേക്കും കാർബൺ ബോണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കും. അതായത് കുറച്ചും കൂടി മോളിക്കുലാർ ഫോമുലേനെ കുറച്ചും കൂടി സൂം ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് കണ്ടൻസ്ഡ് ഫോമുല. കാർബൺ ബോണ്ടുകൾ എന്തായാലും ഇങ്ങനെ വരച്ച് കാണിക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോ കാർബണിൻ്റെ കൂടെ എന്തൊക്കെയുണ്ടോ അത് ബോണ്ടായിട്ട് വരച്ച് കാണിക്കേണ്ട കാര്യമില്ല, ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ C2H6ൽ CH3 എന്ന് ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാണ് കണ്ടൻസ്ഡ് ഫോമുല ഓഫ് C2H6. ഇനി മോളിക്കുലാർ ഫോമുല CH4ന് കണ്ടൻസ്ഡ് ഫോർമുലയും അത് തന്നെയായിരിക്കും. കാരണം ഒരു കാർബണേ ഉള്ളൂ, അപ്പോൾ അതിനെ നമുക്ക് 2 കാർബൺ ബോണ്ടൊന്നും കാണിക്കേണ്ട പറ്റില്ല. ഇവിടെ ഒരേ ഒരു കാർബണേ ഉള്ളൂ. അപ്പോൾ മീഥേൻ്റെ കേസിൽ മോളിക്കുലാർ ഫോമുലയും കണ്ടൻസ്ഡ് ഫോമുലയും ഒന്നാണ്. ഈഥൈൻ ആകുമ്പോൾ C2H6നെ നമുക്ക് കാർബൺ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. ഈ കാർബണും അതിനോട് ചേർന്നുള്ള എല്ലാ ഹൈഡ്രജനെയും ഒരുമിച്ച് ചേർത്തെഴുതി, എന്നിട്ട് കാർബൺ ബോണ്ടിൽ അടുത്ത കാർബണിലും അതിനോട് ചേർന്നുള്ള എല്ലാ ഹൈഡ്രജനും ചേർത്തെഴുതി. അങ്ങനെയാണ് കണ്ടൻസ്ഡ് ഫോമുല വരുന്നത്. സ്ട്രക്ചറൽ ഫോമുല എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ എല്ലാ ബോണ്ടും എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കും. കാർബൺ ബോണ്ടും എല്ലാ കാർബൺ ഹൈഡ്രജൻ ബോണ്ടും എല്ലാവരും എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കും. അതിനാണ് നമ്മൾ സ്ട്രക്ചറൽ ഫോമുല എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണെന്ന്. അതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സാച്ചുറേഷൻ ലെവല് ഹൈഡ്രജനെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത് ഹൈഡ്രോ കാർബണിൽ. ഫോർ എക്സാമ്പിൾ ഈ ഹൈഡ്രോ കാർബൺ നമുക്ക് മീഥെയിൻ അല്ലെങ്കിൽ ഈഥെയിൻ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ അതിൻ്റെ സ്ട്രക്ചറൽ ഫോമുല വരച്ചാൽ കൂടുതൽ ക്ലിയർ ആകും. ഒരു ഈഥെയിൻ്റെ സ്ട്രക്ചറൽ ഫോമുല വരയ്ക്കാം. CC6 ഹൈഡ്രജൻ, ഇതാണ് ഈഥെയിൻ. ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും സിംഗിൾ ബോണ്ടാണ്, ഒരു ഒബ്സർവേഷൻ. രണ്ടാമത്തെ, ഇനി ഈ സ്റ്റേബിൾ കോമ്പൗണ്ടിലേക്ക് ഇനി വേറെ ഏതെങ്കിലും വഴി കൂടെ ഒരു ഹൈഡ്രജനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അതായത് ഈ ആൽക്കെയിൻ സ്റ്റേജിലായി കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോ കാർബണിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഹൈഡ്രജൻ കിട്ടി. ഇനി ഇതിൽ കൂടുതൽ ഹൈഡ്രജൻ ഈ കോമ്പൗണ്ടിലേക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ആൽക്കെയിൻസിനെ സാച്ചുറേറ്റഡ് വിത്ത് ഹൈഡ്രജൻ ആണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയും അഡീഷണലായിട്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നാൽ ഈ ഹൈഡ്രജന് ഇനി ഒരു CH ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം കാർബണിൻ്റെ വാലൻസി 4ആണ്. ഓൾറെഡി 4 വാലൻസിയും ഒക്യുപ്പൈഡായി, 3 ഹൈഡ്രജനുമായിട്ടും ഒരു കാർബണുമായിട്ട്. അപ്പോൾ ഈ അഡീഷണലായിട്ട് ഒരു ഹൈഡ്രജൻ വന്നാൽ ഒരു ഫ്രീ ഇലക്ട്രോൺ കൊടുക്കാൻ ഒരു കാർബണിലും ഇല്ല. അതായത് ഹൈഡ്രജൻ്റെ സാച്ചുറേഷൻ ലെവല് ഈ ഹൈഡ്രോ കാർബണിൽ എത്തി. അതുകൊണ്ട് അങ്ങനെയാണ് ഈ ആൽക്കെയിൻ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് അറിയപ്പെടുന്നത്. ആൽക്കീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കീൻ്റെ ജനറൽ ഫോമുല CnH2n ആണ്. അവിടെ ഇപ്പോൾ റൂട്ട് വേർഡിൻ്റെ കൂടെ നമ്മൾ ഈനാണ് ആൽക്കീൻ്റെ നെയിമിങ്ങിൽ ചേർക്കുന്നത്. CnH2n എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഉണ്ടെങ്കിൽ H2 × 1 ദാറ്റ് ഈസ് C1H2 എന്നായിരിക്കും ആദ്യത്തെ എലമെൻറ്റിൻ്റെ നമുക്ക് ഹോമോലോഗ സീരീസിൽ വരുന്നത്. പക്ഷേ ഇത് ഒരു കറക്റ്റ് എലമെൻ്റ് അല്ലല്ലോ. ഈ CH2 എന്നുള്ള C1H2 എന്ന് പറഞ്ഞാൽ CH2, ഈ CH2 എന്നുള്ളത് ഒരു കോമ്പൗണ്ട് സ്റ്റേബിൾ ആയിരിക്കും. കാർബണിന് 4 വാലൻസി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അതൊരു സ്റ്റേബിൾ കോമ്പൗണ്ടായിട്ട് മാറുള്ളൂ. ഇവിടെ ആകെ രണ്ട് CH ബോണ്ടേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാകാൻ പറ്റില്ലല്ലോ. ഒരു കാർബണിന് ഉണ്ടെങ്കിൽ ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ 4 എണ്ണം മിനിമം വേണം, 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാവില്ല. അതായത് ആൽക്കീൻസിൽ ഒരു കാർബണുള്ള മെമ്പർ ഇല്ല. ആദ്യത്തെ ഫസ്റ്റ് മെമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 കാർബണുള്ള ഈഥീനിലാണ്. അപ്പോൾ C2H 2 × 2 C2H4 ആണ് ഫസ്റ്റ് മെമ്പർ. ഇനി നെക്സ്റ്റ് മെമ്പർ എന്ന് പറയുമ്പോൾ C3H6 അങ്ങനെ ഇത് പോകും. നെക്സ്റ്റ് C4H8 CnH2n എന്നുള്ള ഫോർമാറ്റിൽ ഈ ഓരോ ഗ്രൂപ്പ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ആൽക്കെയിൻസ് ഫാമിലി ഗ്രോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. C2H4 ആണ് ആൽക്കെയിനിലെ ഫസ്റ്റ് മെമ്പർ. ഇതിൻ്റെ ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കൂ. 2 കാർബൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഓരോരോ ഒരു CC ബോണ്ട് വരച്ചു. നെക്സ്റ്റ് ഇനി നമുക്ക് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഓരോ കാർബണിനും 2 വെച്ച് പോകണം. അപ്പോൾ
ഓരോ കാർബൺ ഓരോന്നിനും കൊടുത്തു, ഇങ്ങനെ വിട്ട്. ഈ ഒരു സ്റ്റേജിൽ നിന്നാൽ ഈ കോമ്പൗണ്ട് സ്റ്റേബിളാണോ, ഒന്ന് ബാലൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ നോക്കും. ഈ കാർബണിൽ 1 2 3 3 വാലൻസ് ഇലക്ട്രോൺസ് മാത്രമേ ബോണ്ടിങ്ങിൽ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് ടോട്ടൽ ഇതിന് 6 ഇലക്ട്രോണും പ്ലസ് 7 ഇലക്ട്രോണാണ് ആയിട്ടുള്ളൂ. ഇനി ഒരു ഇലക്ട്രോണിൻ്റെ കുറവും കൊണ്ട് അതായത് ടോട്ടലുള്ള ഔട്ടർ മോസ്റ്റിലുള്ള 4 പ്ലസ് ബോണ്ടിങ്ങിലൂടെ ഈ 3 ബോണ്ടിങ്ങിലും കിട്ടിയ 3 4 പ്ലസ് 3 7 ഇലക്ട്രോണാണ് ഈ കാർബണിലുള്ളത്. ഒരു ഇലക്ട്രോൺ ഇപ്പോഴും ബോണ്ടിങ്ങിലൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ഈ കാർബണിലും അതുമാതിരി 1 2 3 ആണ് ഈ കാർബണിൽ നിന്നുള്ള ബോണ്ടിങ് നടന്നിട്ടുള്ളൂ. ഒരു ഇലക്ട്രോൺ ബോണ്ടിങ്ങിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. ഇനി ഇതിന് ബോണ്ട് ചെയ്യാനായിട്ട് വേറെ ഹൈഡ്രജനും ഈ കോമ്പൗണ്ടിന് ഇല്ല. ഇത് CnH2n റേഷ്യോയിൽ മാത്രം ഹൈഡ്രജനാണ് ഇവിടെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇതൊരു സ്റ്റേബിൾ കോമ്പൗണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ 2 ബോണ്ടുകളും 2 കാർബണിലുള്ള ഈ ഫ്രീ ഇലക്ട്രോൺസ് തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഈ CC ബോണ്ട് ഡബിൾ ബോണ്ടായിട്ട് ഈ ആൽക്കീനിൽ മാറുന്നത്. ഇനി പ്രൊപ്പീനാണ് C3 കാർബൺ. ഈ കോമ്പൗണ്ട് നമ്മൾ എങ്ങനെ എഴുതാം? C3H6 എന്ന് പറയുമ്പോൾ CnH2n ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എഴുതാം അതൊരു ആൽക്കീനാണ്. അപ്പോൾ ആൽക്കീൻ എഴുതുമ്പോൾ ആദ്യത്തെ ഒരു ബോണ്ട് നമ്മൾ ഡബിൾ ബോണ്ട് കൊടുത്തു, ആൽക്കീൻ ആണെന്ന് ഈ റേഷ്യോ വെച്ചിട്ട് മനസ്സിലായിട്ട്. മൂന്നാമത്തെ കാർബൺ സിംഗിൾ ബോണ്ടായിട്ട് അതും കൊടുത്തു. ഇനി C3H6 എത്ര കാർബൺ ഉണ്ട്? 6. ഇനി ആ 6 കാർബണിൻ്റെ എവിടെയൊക്കെ ബാലൻസി കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് കൊടുക്കുക. ഈ കാർബൺ നോക്കുകയാണെങ്കിൽ 2 ബാലൻസി ഓൾറെഡി ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു ഹൈഡ്രജനും കൊടുത്താൽ ഇതിൻ്റെ ബാലൻസി കംപ്ലീറ്റ് ആയി. ഇനി ഈ കാർബൺ നോക്കുകയാണെങ്കിൽ ഈ സൈഡിലേക്കും ഓരോന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം മാത്രം ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ബാലൻസി 4 കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി എത്രയുണ്ട്? 1 2 3 പോയി. നമുക്ക് C3H6 ആണ്. ആ 3 ഇവിടെയും കൊടുത്താൽ എല്ലാനും ഒക്ടേറ്റ് സ്റ്റേജിലേക്ക് 3 കാർബണും കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേബിൾ കോമ്പൗണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേര് പ്രൊപ്പീൻ. ഇത് ഇഥീൻ. ഈ കേസിലും ഒരു മെമ്പറിൽ നിന്ന് രണ്ടാമത്തെ മെമ്പറിലേക്ക് ആൽക്കിൻ ഫാമിലിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താണ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്? ഒരു CH2 ഗ്രൂപ്പ് തന്നെ. ആൽക്കെയിനിൽ നമ്മൾ കണ്ടു CH2 തന്നെയാണ് ആഡ് ചെയ്ത് വരുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. ആൽക്കൈനും ആയാലും അതിൻ്റെ ഇനിഷ്യൽ മെമ്പർ ഫസ്റ്റ് മെമ്പറിൻ്റെ ആ ഒരു റേഷ്യോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആഡ് ചെയ്ത് വരുന്ന നെക്സ്റ്റ് മെമ്പറിനെ കണ്ടുപിടിക്കാൻ CH2 ആഡ് ചെയ്താണ്. ഈ 3 ഹോമലോഗ സീരീസിലും സെയിം CH2 തന്നെയാണ് ആഡ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് മെമ്പറിനെ കിട്ടാൻ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്രീവിയസ് മെമ്പറിനെ CH2 സബ്ട്രാക്ട് ചെയ്തിട്ട് അങ്ങനെ സെയിം തിങ് തന്നെയാണ് CH2. അപ്പോൾ നമ്മൾ ആൽക്കൈൻ്റെ കേസിൽ കണ്ട മാതിരി ഈ തീനിന്ന് പ്രൊപ്പീനിലേക്ക് ആകാൻ വേണ്ടി എന്ത് വ്യത്യാസമാണ് ചെയ്തത്? സ്ട്രക്ചറൽ ഫോർമുലയിൽ ഒരു CH2നെ ആഡ് ചെയ്താൽ മതിയല്ലോ. അതായത് ഒരു കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്ത് CH ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ ഭാഗത്താണ് നമ്മൾ ഈ ഒരു CH2 എന്നുള്ള അഡീഷണലായിട്ട് ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്തു. അപ്പോൾ ഈ ഈഥീൻ പ്രൊപ്പീനായി. ഇനി അടുത്തതാകുമ്പോൾ അടുത്ത ലാസ്റ്റ് CHനെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ CH2 ആയിട്ട് അങ്ങനെ ഗ്രോ ചെയ്ത് കൊണ്ടുപോകും. ഇനി നമുക്ക് മോളിക്കുലാർ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല, സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെയാണ് ഈ ആൽക്കീൻ്റെ കേസിൽ എഴുതുക? ഇത് C2H4 അത് പറയുമ്പോൾ അത് മോളിക്കുലാർ ഫോർമുലയായി. കണ്ടൻസ്ഡ് ഫോർമുല എഴുതുമ്പോൾ നമ്മൾ ആദ്യം കാർബണിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുക. ഇത് റേഷ്യോ CnH2n ആണ്. അപ്പോൾ നമുക്ക് ഈ ബോണ്ട് ഡബിൾ ബോണ്ടാണെന്നും അറിയാം. അപ്പോൾ ഇതിന് ഡബിൾ ബോണ്ട് കൊടുത്തു. ഇനി ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ട്? റിമൈനിങ് ബാലൻസി നോക്കിയിട്ട് ഓരോ ഹൈഡ്രജന് ഇവിടെ ഒരു 2 ഹൈഡ്രജൻ ഇവിടെയും കൊടുത്താൽ ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. ഈ കാർബണിന് ചുറ്റും 2 ബാലൻസി ഇവിടെയും ഒക്യുപ്പൈഡായി 1. അപ്പോൾ 2 കാർബണും 4 കംപ്ലീറ്റഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈഥീൻ. ഇതാണ് ഈഥീൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഇത്. ഇനി സെയിം തിങ് കണ്ടൻസ്ഡ് ഫോർമുല എഴുതുമ്പോൾ C ഡബിൾ ബോണ്ട് C എന്ന് കാണിക്കണം. കാർബണിൻ്റെ ഈ ബോണ്ടിങ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കണം. പിന്നെ ഹൈഡ്രജൻ എത്രയുണ്ടെന്ന് ഈ സിയുടെ കൂടെ തന്നെ എഴുതുക. CH2 ഡബിൾ ബോണ്ട് CH2 എന്നാണ് ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഇങ്ങനെയാണ് മോളിക്കുലാർ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല ആൻഡ് സ്ട്രക്ചറൽ ഫോർമുല ആൽക്കീൻ്റെ കേസിൽ എഴുതുന്നത്. ആൽക്കീൻസ് അൺസാച്ചുറേറ്റഡ് ആണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്.
എങ്ങനെയാണ് ആൽക്കീൻസ് അൺസാച്ചുറേറ്റഡ് ആവുന്നത്? ആൽക്കീൻസിൻ്റെ ഹൈഡ്രജൻ്റെ നമ്പർ റേഷ്യോ നോക്കും, CnH2n ആണ്. ആൽക്കെയിൻസിൻ്റെ കേസിൽ 2n+2 കൂടുതൽ ഹൈഡ്രജൻ ആൽക്കെയിൻസിൽ ഉണ്ടായിരുന്നു. അതിനേക്കാളും കുറച്ച് കുറവിലാണ് നമുക്കിവിടെ ആൽക്കീൻസിൻ്റെ കേസിൽ ഹൈഡ്രജൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ സിംഗിൾ ബോണ്ട് വെച്ചിട്ട് ഈ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാനുള്ള അത്രയും ഹൈഡ്രജൻ നമുക്ക് ഈ ആൽക്കീൻസിൻ്റെ കേസിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഈഥീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ C ഡബിൾ ബോണ്ട് C, ബാക്കിയെല്ലാം ഹൈഡ്രജനും. ഈ കേസിൽ നിൽക്കുമ്പോൾ ഇത് സാച്ചുറേറ്റഡ് അല്ല. ഇതിന് കംപ്ലീറ്റ് ഹൈഡ്രജൻ ഇല്ലാത്തത് കാരണമാണ് ഈ കാർബൺ ഡബിൾ ബോണ്ട് പിന്നെ ഉണ്ടാക്കിയത്. ഒരു C സിംഗിൾ ബോണ്ട് ഉണ്ടാക്കി ബാക്കി ഹൈഡ്രജനെ ഫില്ല് ചെയ്യാൻ നോക്കുമ്പോൾ 4 ഹൈഡ്രജനേ ഉള്ളൂ. അത് ഷെയർ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ 2 എണ്ണം കഴിഞ്ഞു. എന്നിട്ടും ഒരു കാർബണിൻ്റെ ഒരു വാലൻസിക്ക് ഫില്ല് ചെയ്യാനുള്ള ഹൈഡ്രജൻ മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ 2 കാർബണിലെയും ആ ഫ്രീ ഇലക്ട്രോൺസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഡബിൾ ബോണ്ടായിട്ട് ഈ CC ബോണ്ടായി മാറിയിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു കാരണത്തിൽ ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാർബണിൽ ഒരു ഫ്രീ ഇലക്ട്രോൺ വരും, ഈ കാർബണിൽ ഒരു ഫ്രീ ഇലക്ട്രോൺ വരും. അപ്പോൾ അഡീഷണൽ ഹൈഡ്രജൻ വന്നാൽ ഈ ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ടിലേക്ക് താഴ്ത്തിയിട്ട് ഇവിടെ ഒരു ഹൈഡ്രജനുമായിട്ട് ഒരു CH ബോണ്ട് ഉണ്ടാക്കാൻ കാർബണിന് പറ്റും. അതായത് ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ ആകും. ആ ഫ്രീ ഇലക്ട്രോൺസ് പുതുതായി അഡീഷണലി ഹൈഡ്രജൻ വരുവാണെങ്കിൽ CH ബോണ്ട് ഉണ്ടാക്കി ഈ കോമ്പൗണ്ടിലേക്ക് കൂടുതൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കറൻ്റ്ലി ആൽക്കിൻസ് അൺസാച്ചുറേറ്റഡ് ആണ്. ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്താൽ കൂടുതൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ പറ്റും. ആ അർത്ഥത്തിലാണ് നമ്മൾ ആൽക്കിൻസിനെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഹോംലോഗ സീരീസ് ജനറൽ ഫോമുല CnH2n-2 ആണ്. അതിൻ്റെ റൂട്ടിൻ്റെ കൂടെ YNE ചേർത്തിട്ടാണ് നമ്മളിതിനെ നെയിം ചെയ്യുന്നത്. CnH2n-2 എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ 2 × 1 - 2 ഹൈഡ്രജൻ്റെ നമ്പർ 0 ആണ്. അതായത് ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാകാൻ പറ്റില്ല, ഹൈഡ്രജനെ ഇല്ല. അപ്പോൾ ഒരു കോമ്പൗണ്ട് ഇല്ല, ഇത് ഒരു കാർബൺ എലമെൻ്റായി തന്നെ നിൽക്കും. അപ്പോൾ ഹോമലോഗ സീരീസിൽ ഒരു കാർബണുള്ള മെമ്പർ ഇല്ല. ഫസ്റ്റ് മെമ്പർ C2 2 കാർബൺ ഉള്ളതാണ്. അതിലെത്ര ഹൈഡ്രജൻ ഉണ്ടാകും? H2n-2 2 × 2 4 4 - 2 2 C2H2 ആണ് ആൽക്കൈനിലെ ഫസ്റ്റ് മെമ്പർ. ഇനി നെക്സ്റ്റ് മെമ്പർ C3H 2 × 3 6 - 2 4 സെക്കൻഡ് മെമ്പർ. അങ്ങനെയാണ് ആൽക്കൈൻസ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ C2H2 എന്നുള്ള ആ കോമ്പൗണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. C2 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം C ഒരു സിംഗിൾ ബോണ്ട് തന്നെ വരച്ചു. C 2 കാർബൺ ചെയിനാക്കി. ഇനി 2 ഹൈഡ്രജനാണ് ഉള്ളത്. ആ 2 ഹൈഡ്രജൻ ഒന്ന് ആദ്യത്തെ കാർബണിലും കൊടുക്കും, രണ്ടാമത്തെ കാർബണിലേക്ക് ഒന്നും കൊടുത്തു. ഈ ഒരു സിറ്റുവേഷനിലിരിക്കുമ്പോൾ ഈ കോമ്പൗണ്ട് ഒരു സ്റ്റേബിളായി കോമ്പൗണ്ട് ആകുമോ? ഇല്ല. കാരണം 2 കാർബണിൻ്റെയും ബാലൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ കാർബണിലും 2 ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ഈ കാർബണിലും 2 ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ വേറെ ഹൈഡ്രജൻ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ്റെ കൂടെ CH ബോണ്ട് ഉണ്ടാക്കി ബാലൻസി ഒക്ടറ്റിലേക്ക് പോകാനുള്ള റിയാക്ഷൻ നടന്നേനെ. പക്ഷേ ഇനി അഡീഷണൽ ഹൈഡ്രജൻ ഒന്നുമില്ല. അപ്പോൾ കാർബണിലുള്ള ഏക വഴിയുള്ളത് ഈ കാർബണിലെ ഈ ഇലക്ട്രോണായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഡബിൾ ബോണ്ടായി. 1 മോർ പെൻഡിങ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇലക്ട്രോണും ഓരോ കാർബണിലെയും ബോണ്ട് ഫോം ചെയ്ത് മൂന്നാമത്തെ ബോണ്ടുണ്ട്. അങ്ങനെയാണ് ഈ കാർബൺ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടായിട്ട് ആൽക്കൈനിൽ വരുന്നത്. ഇനി ഈ C3H4 ഈ പ്രൊപ്പൈൻ സ്ട്രക്ചർ വരക്കാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റണമല്ലോ. C3 എന്ന് പറയുമ്പോൾ 3 കാർബൺ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കാർബൺ തന്നെ ഇതിൻ്റെ C2H2n-2 ഫോമിലായത് കാരണം ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ട്രിപ്പിൾ ബോണ്ട് C എന്ന് ആദ്യം വരയ്ക്കുക, ആദ്യത്തെ ബോണ്ടിങ്. ബാക്കി നമുക്ക് സിംഗിൾ ബോണ്ടാക്കി തന്നെ വരയ്ക്കാം. 3 കാർബൺ വരച്ചു. ഇനി 4 ഹൈഡ്രജനാണ് ഉള്ളത്. ഈ കാർബൺ നോക്കുമ്പോൾ ഇതിന് എത്ര പെൻഡിങ് ഉണ്ട്? ഇനി ഒരു ഹൈഡ്രജനും കൂടിയായി ഇതിൻ്റെ ബാലൻസ് കംപ്ലീറ്റ് ആയി. നടുവിലത്തെ കാർബണോ ഇങ്ങോട്ട് 3 പോയി, ഇങ്ങോട്ടേക്ക് 1 പോയി. ടോട്ടൽ 4 ബാലൻസും ഓക്യുപ്പൈഡ് ആയി. അപ്പോൾ ഇവിടേക്ക് ഹൈഡ്രജൻ്റെ ആവശ്യമില്ല. ഇനി ബാക്കിയുള്ള ഹൈഡ്രജൻ ഇവിടേക്കും വന്നു. അപ്പോൾ ടോട്ടലി 4 ഹൈഡ്രജനും 3 കാർബണും വെച്ചിട്ട്
പ്രൊപ്പൈൻ എന്നുള്ള ഈ കോമ്പൗണ്ട് ഉണ്ടായി. ആൽക്കീൻ്റെയും കാര്യത്തിലെ മാതിരി തന്നെ ഒരു മെമ്പറിൽ നിന്ന് അടുത്ത മെമ്പറിലേക്ക് വരുമ്പോൾ അഡീഷണലായിട്ട് ഒരു CH2 ആണ് കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സ്ട്രക്ചറൽ ഫോർമുലയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കിയാൽ ക്ലിയറാണ്. ഈഥൈനിൽ നിന്ന് പ്രൊപ്പൈനിലേക്ക് വന്നപ്പോൾ ഒരു CH ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു CH2 ഗ്രൂപ്പ് ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ അഡീഷണൽ മെമ്പറിലേക്ക് CH2 ഗ്രൂപ്പ് ആഡ് ചെയ്ത് പുതിയ മെമ്പറിലേക്കാവും. ഇനി നമുക്ക് മോളിക്കുലാർ ഫോർമുല, കണ്ടൻസ് ഫോർമുല ആൻഡ് സ്ട്രക്ചറൽ ഫോർമുല കൂടി നോക്കാം. മോളിക്കുലാർ ഫോർമുല C2H2 എന്ന് പറയുമ്പോൾ ഈഥൈൻ, അത് മോളിക്കുലാർ ഫോർമുല. C3H4 കാർബണും ഹൈഡ്രജനും ക്ലബ് ചെയ്ത് എഴുതുന്നത്. ഇനി കണ്ടൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ കാർബൺ ട്രിപ്പിൾ ബോണ്ട് C, 2 കാർബണാണ്, ട്രിപ്പിൾ ബോണ്ടാണ്. ആ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഹൈഡ്രജൻ കാർബണിനോട് ചേർന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി. അതായത് ഒരു കാർബണും അതോട് ചേർന്നിരിക്കുന്ന ബാക്കി എലമെൻറ്റിനെയും കൂടി ക്ലബ് ചെയ്തിട്ട് കാർബൺ ബോണ്ട് മാത്രം എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കും. അതാണ് കണ്ടൻസ്ഡ് ഫോർമുല. ഇനി സ്ട്രക്ചറൽ ഫോർമുല ആകുമ്പോൾ നമ്മൾ ഇതുമാതിരി കംപ്ലീറ്റ് എല്ലാ ബോണ്ടും എക്സ്പ്ലിസിറ്റ് ആയിട്ട് വരയ്ക്കും. ഈ ആൽക്കൈൻസ് എഗെയിൻ അൺസാച്ചുറേറ്റഡ് ആണ്. നമ്മൾ ആൽക്കീൻ്റെ കേസിൽ പറഞ്ഞ മാതിരി ഇതും അൺസാച്ചുറേറ്റഡ് ആണ്. കാരണം ഇവിടെയും കാർബൺ കുറവാണ് ഇതിൻ്റെ റേഷ്യോയിൽ വന്നിരിക്കുന്നത്. ഇനഫ് കാർബൺ ഇല്ലാത്തത് കാരണമാണ് കാർബൺ ഇലക്ട്രോൺ ഷെയർ ചെയ്ത് അഡീഷണൽ ബോൺസായ ഈ ട്രിപ്പിൾ ബോണ്ടൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കാർബണിലും ഒരു ഫ്രീ ഇലക്ട്രോൺ വന്നു. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് CH ബോണ്ട് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി രണ്ടാമത്തെ ഈ ബോണ്ടും ബ്രേക്ക് ചെയ്താലും വീണ്ടും ഒരു ഇലക്ട്രോൺ രണ്ടിലും ഫ്രീ ആയി കിട്ടും. അവിടെയും അഡീഷണൽ ഹൈഡ്രജൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ആൽക്കൈൻ്റെ കേസിലുമുണ്ട്. അതായത് ആൽക്കൈൻ ഹൈഡ്രജൻ്റെ സാച്ചുറേഷൻ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇത് സാച്ചുറേറ്റഡ് അല്ല. ബോണ്ട് ബ്രേക്ക് ചെയ്ത് കൂടുതൽ ഹൈഡ്രജനെ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇതും ആൽക്കൈൻസും ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണാണ്. കാർബൺസ് എല്ലായ്പ്പോഴും ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ തന്നെ ആയിരിക്കണം എന്നില്ല. റിംഗ് കോമ്പൗണ്ട് ഹൈഡ്രോ കാർബൺസിൽ ഉണ്ടാകും. ഒരു 1-2 സൈക്ലിക് ഹൈഡ്രോ കാർബണിൻ്റെ നെയിമിംഗ് എങ്ങനെ കൊടുക്കാൻ നോക്കൂ. ഇവിടെ ഒരു 4 കാർബൺ ആറ്റം സൈക്ലിക് ഫോമിലുള്ളതാണ്. ഇതിനകത്ത് വാലൻസി ഫില്ല് ചെയ്യുന്ന സെയിം തിങ് തന്നെ. ഇവിടെ ഒരു 2 ഹൈഡ്രജൻ, 2 എണ്ണം പോയിട്ടുള്ളൂ. ഇനി 2 വാലൻസി പെൻഡിങ് ഉണ്ട്, അപ്പോൾ കൊടുത്തു. അങ്ങനെ ഓരോ ഹൈഡ്രജനും ഓരോ കാർബണിൻ്റെ വാലൻസി കംപ്ലീറ്റ് ചെയ്തു. ഈ കോമ്പൗണ്ടിൻ്റെ പേര് നമ്മൾ എന്താ പറയുക? റിംഗ് കോമ്പൗണ്ട് ആയത് കാരണം നെയിം ചെയ്യണം സൈക്ലോ. പിന്നെ ഇത് എത്ര കാർബണുള്ള കോമ്പൗണ്ടാണ്, ഓപ്പൺ ചെയിനുള്ള സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള ആ കോമ്പൗണ്ട് ആയിരുന്നുവെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? ബ്യൂട്ടെയിൻ. അപ്പോൾ സൈക്ലോ ചേർത്ത് എത്ര കാർബൺ ഉണ്ട് ആ റൂട്ട് വേർഡ് കൊടുക്കുക. എല്ലാം സിംഗിൾ ബോണ്ട് ആയത് കാരണം എയിൻ ചേർക്കുക, സൈക്ലോ ബ്യൂട്ടെയിൻ. ഇനി ഡബിൾ ബോണ്ടുള്ള ഒരു റിംഗ് കോമ്പൗണ്ട്, ഇത് ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഇനി ഇവിടെ വരാനുള്ളത് ഒരു ഹൈഡ്രജൻ, ഈ ഭാഗത്തും ഒരു ഹൈഡ്രജൻ, വാലൻസി ഈ സൈഡിലെ കാർബണിൻ്റെ വാലൻസി കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ ഒരു ഹൈഡ്രജൻ വാലൻസി കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് നമ്മൾ വാലൻസി കംപ്ലീറ്റ് ചെയ്ത് ഹൈഡ്രജൻ ഫില്ല് ചെയ്തത്. ഇനി ഇതിൻ്റെ പേരെങ്ങനെ കൊടുക്കുക? എന്തായാലും റിംഗ് കോമ്പൗണ്ട് ആയത് കാരണം സൈക്ലോ വേണം. ഇതിനകത്ത് 4 കാർബണാണ് ഉള്ളത്. അപ്പോൾ റൂട്ട് വേർഡ് എന്താണ്? ബ്യൂട്ടെയിൻ എന്ന് വരാൻ പറ്റുമോ? ബ്യൂട്ടീൻ. ഇത് ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ ബ്യൂട്ടീൻ, സൈക്ലോ ബ്യൂട്ടീൻ എന്ന ഈ കോമ്പൗണ്ടിൻ്റെ നെയിമിങ് കൊടുക്കണേ. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു വെരി ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ ഇപ്പോൾ നടത്തിയത്. മെയിൻ എലമെൻ്റായ കാർബൺ, അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, ഏത് തരത്തിലുള്ള ബോണ്ടിങ്ങിലാണ് ഏർപ്പെടുന്നത്, സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ ബോണ്ട് ഏതൊക്കെ സിറ്റുവേഷൻസിൽ ആണ് കാർബൺ ഉണ്ടാക്കുന്നത്, പിന്നെ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺസാച്ചുറേറ്റഡ് ആകുന്നത് ഏത് കണ്ടീഷനിലാണ്, ഹൈഡ്രജൻ്റെ എമൗണ്ട് കുറവാകുമ്പോഴേക്കും ബാലൻസി ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ CC ബോണ്ട് ഡബിൾ ബോണ്ടിലേക്കും ട്രിപ്പിൾ ബോണ്ടിലേക്കും അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ കോമ്പൗണ്ട്സ് എങ്ങനെയാണ് നെയിമിംഗ് കൊടുക്കുന്നത്. ഇനി ഈ ഒരു സ്ട്രോങ് ബേസ് വെച്ചിട്ട് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഏത് ചാപ്റ്ററും ഇപ്പോഴെന്നല്ല ഇനി ഭാവിയിലേക്കുള്ള ഏത് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ
സിമ്പിളായി തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഈ അടുത്ത എക്സാം വരുമ്പോൾ 2 ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളത് അതൊരു ബെനിഫിറ്റായി തന്നെ മനസ്സിൽ വെക്കുക. അതായത് സ്ട്രോങ് ബേസ് ആക്കിയിട്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്